ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പടവും തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി കാണിച്ചാലോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്പടം എടുക്കാം കേട്ടോ. അപ്പോൾ 5-6 പപ്പടം എടുക്കാം. എന്നിട്ട് നമുക്കിതിന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പപ്പടത്തിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടിയും കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഇഷ്ടമുള്ളൊരു ഷേപ്പിലേക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പപ്പടമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. ഇനി അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പപ്പടം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടത്തിൻ്റെ നന്നായിട്ട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പപ്പടത്തിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമ്മളൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നില്ലേ, അതുപോലെ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ പപ്പടവും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പടമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ടെടുക്കാം. ഒരു ചെറിയൊരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങേൻ്റെ ഒരു മുറിയുടെ പകുതി അത്രയായിട്ട് മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ആവശ്യമില്ല. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 പപ്പടം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പപ്പടവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പപ്പടമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് അധികം ഇടാതെ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് ചട്നി കിട്ടിയിട്ടുണ്ട്. ഒരു പാറ ചോറ് തിന്നും നമുക്ക് ഈ ചട്നി മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചട്നി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.